ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മിനി എന്നാണ്. ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു മോർണിംഗ് റൊട്ടീൻ, ഒരു രാവിലെ നമുക്ക് എണീറ്റ് മുതൽ നമ്മൾ പിള്ളേരൊക്കെ സ്കൂളിലോട്ട് പോയിട്ട് അതിൻ്റെ വർക്ക് എങ്ങനെയാണ്, അങ്ങനെ ഒരു മോർണിംഗ് റൊട്ടീനായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോസ് ആരും കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാനിതിൽ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വലിയ ഒരു സ്വാഗതം എൻ്റെ ചാനലിലോട്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എണീറ്റതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നത്. രാവിലെ എണീറ്റവും തന്നെ എൻ്റെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വിളക്ക് വയ്ക്കുക, കോലം ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് ചായ കുടിച്ചതിന് ശേഷം കേട്ടോ ഞാൻ എല്ലാ ജോലികളും തുടങ്ങുള്ളൂ. ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. ഞാൻ ആദ്യം ഫസ്റ്റ് ചായ കുടിക്കാതെ റിലാക്സ് ആയിട്ട് ഒരു 2 മിനിറ്റ് ഇരുന്ന് ചായ കുടിച്ചതിന് ശേഷം ബാക്കി സ്കൂൾ റൊട്ടീനിലോട്ട് പോവുള്ളൂ. സ്കൂൾ റൊട്ടീനിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് മോൾക്ക് പോകേണ്ടത് 8 മണിക്കാണ്. അപ്പോൾ അപ്പോഴത്തേനും എനിക്ക് ടിഫൻ ആവണം, ഉച്ചക്കലത്തുള്ള ഫുഡ് ലഞ്ചൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ആദ്യം അരി കഴുകി വെള്ളത്തിലിടും. ചായ വയ്ക്കുമ്പോൾ തന്നെ അരി കഴുകി വെള്ളത്തിലിടുക, എന്നാലേ ചോറാവുള്ളൂ. അതിന് ശേഷം ചായ കുടിച്ച് വരുമ്പോഴത്തേനും നമുക്ക് വെള്ളമൊക്കെ ചൂടാവുമല്ലോ. അതിന് ശേഷം അരിയൊക്കെ ഇടും. പിന്നെ അതിന് ശേഷമാണ് കറി വെക്കേണ്ടതും നമുക്ക് ടിഫിൻ ഉണ്ടാക്കേണ്ട കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ പോവുള്ളൂ കേട്ടോ ഞാൻ. പിന്നെ ഇന്നിപ്പോൾ കറിയൊന്നും വെക്കണില്ല. ഇന്ന് ഞാൻ ലെമൺ റൈസാണ് ഉണ്ടാക്കണേ. അപ്പോൾ ലെമൺ റൈസ് എങ്ങനെ ഉണ്ടാക്കണതെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. ലെമൺ റൈസും പിന്നെ 2 ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്, കൊത്തമല്ലി ചമ്മന്തി എന്ന് പറയുന്നത്. ഞാൻ പാലക്കാടാണ് കേട്ടോ, ഞാൻ താമസിക്കുന്ന പാലക്കാടാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. വേറെയുള്ള നമ്മൾ വിൽക്കുന്നേക്കാളൊക്കെ ചിലപ്പോൾ ഞങ്ങൾക്കൊക്കെ എല്ലാത്തിലും ഒരു തമിഴ് ടച്ച് ഉണ്ട്. നമുക്ക് പാലക്കാട് കോയമ്പത്തൂർ അങ്ങനെ അടുത്തായതുകൊണ്ട് ഞങ്ങളുടെ ഫുഡൊക്കെ എന്തായാലും ഒരു തമിഴ് ടച്ച് ഉണ്ടായിരിക്കും. അങ്ങനെ ഒന്ന് ലെമൺ റൈസും ചമ്മന്തിയൊക്കെയാണ് കേട്ടോ. കുട്ടികൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് കറിയൊന്നും വെക്കേണ്ട പണിയില്ല, നേട്ടനില്ല. അപ്പോൾ ഞാനും പിള്ളേരും മാത്രമാണ്. അപ്പോൾ പിള്ളേർക്കും ഇത് ഇഷ്ടമാണ്. അപ്പോൾ കറിയൊക്കെ വെച്ച് വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മോർണിംഗ് റൂട്ടിലോട്ട് വരിക. അപ്പോൾ നമ്മളിത് അരിയൊക്കെ കൊട്ടി ചോറൊക്കെ അപ്പുറത്ത് വേകുന്നുണ്ട്. ഇനി ഞാൻ അരി കൊട്ടി എന്ന് പറയുന്നതും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ അരി ഇടുക അങ്ങനെയൊക്കെ ആയിരിക്കും പുറത്ത് പറയുന്നത്. ഞങ്ങളിങ്ങനെയാണ് കേട്ടോ പറയുക. അപ്പോൾ ലെമൺ റൈസിനുള്ളതാട്ടോ. ആദ്യം എണ്ണയിൽ കടുക്, ഉഴുന്നുപരിപ്പ്, ഇഞ്ചി, വറമുളക്, കരിവേപ്പിൻ്റെ ഇല അതൊക്കെ ഇട്ടിട്ട് നന്നായി മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളത് ചോറൊക്കെ ആകുമ്പോഴത്തേനും ഇതൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ചോറൊന്ന് ആറിയതിന് ശേഷം നമ്മൾ നാരങ്ങ പിഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ. അതിന് ചമ്മന്തി ഉണ്ടല്ലോ, നല്ല കോമ്പിനേഷനാണ്. പിന്നെ രാവിലെ കഴിക്കാൻ ഇന്ന് ആപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയത്. ആപ്പും ഉണ്ട്, വെജിറ്റബിൾസൊക്കെ ഇട്ട കുറുമയുണ്ട്. അപ്പോൾ നമുക്ക് ലെമൺ റൈസ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊന്ന് ഞാൻ പറയാം കേട്ടോ. എല്ലാവർക്കും അറിയാമായിരിക്കും, അറിയാത്തവർക്കായിട്ടൊന്ന് ഞാൻ പറയാം. ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കടുക്, ഉഴുന്ന് പരിപ്പ്, കറിവേപ്പില, വറ്റൽമുളക് അതൊക്കെ ഇട്ടതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകും, ഇഞ്ചി നിറയെ കുറച്ച് ഇടണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് കരിവേപ്പിൻ്റെ ഇല അതൊക്കെ നന്നായി ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇടുക. എന്നിട്ട് ചോറ് നമ്മൾ നന്നായി വേവിക്കാൻ പാടില്ല. നമ്മളിവിടെ പൊന്നി അരിയ വെക്കുന്നത്, അതുകൊണ്ട് ലെമൺ റൈസിന് പൊന്നി അരി ആട്ടോ നന്നായിട്ടുണ്ടാവുക. പൊന്നി റൈസ് നമ്മളൊന്ന് എപ്പോഴും നമ്മൾ ചോറ് വയ്ക്കുന്നതിനേക്കാളും കുറച്ച് വേവിച്ചിട്ട് നമ്മൾ ചോറൊന്ന് നന്നായി ആറിയതിന് ശേഷം ഇതിലോട്ട് ഇട്ടിട്ട് നാരങ്ങ നന്നായി പിഴിയുക കേട്ടോ. ഒരു നാരങ്ങയൊക്കെ മതിയായിരിക്കും, ഒരു 3-4 പേർക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ കഴിക്കാത്തവർ. പിന്നെ കൊത്തമല്ലി ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചത് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ. കഞ്ഞിക്കായാലും ഈ ലെമൺ റൈസിനായാലും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. കൊത്തമല്ലി ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഇത്തിരി പുളി വറുത്തിട്ട്, അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല,
അത് മിസ്സായി പോയി കേട്ടോ. പുളി എണ്ണയിൽ കുറച്ചിട്ടിട്ട് പിന്നെ അതിലോട്ട് നമ്മൾ മല്ലിയും പച്ചമല്ലിയും വറ്റൽമുളകും കൂടി നന്നായി ഒന്ന് വഴറ്റുക. വെറുതെ അതൊന്ന് വഴറ്റിയ ശേഷം കുറച്ച് ഉപ്പും ഇട്ടിട്ട് മിക്സിയിൽ നമ്മളൊന്ന് വെള്ളം ഒഴിക്കാതെ ഒന്ന് അരച്ചിട്ട് ഒരു ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോൾ എങ്ങനെ അതുപോലെ എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് അതിലോട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്. കഞ്ഞിക്കായാലും ഇങ്ങനെ ലെമൺ റൈസിനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ തേങ്ങാ ചമ്മന്തി എല്ലാവർക്കും അറിയാമല്ലോ, തേങ്ങാ ചമ്മന്തി. അപ്പോൾ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ വീഡിയോയിൽ. ഇപ്പോൾ ചോറൊക്കെ ഒന്ന് ഞാൻ വാറ്റിയിട്ട് ചോറൊക്കെ ഒന്ന് നന്നായി ആറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലെമൺ റൈസിന് റെഡിയാക്കി വെച്ചതിലേക്ക് ഈ ചോറിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി നമ്മൾ ഉടയ്ക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് നല്ല കയ്യിലുകൊണ്ട് ഇങ്ങനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കളറും ടേസ്റ്റൊക്കെ എല്ലാം ഇങ്ങനെ റൈസിൽ പിടിച്ച് നന്നായി വരും. നമ്മളിപ്പോൾ ഇത് ട്രാവൽ ചെയ്യുമ്പോഴും ഇല്ലെങ്കിൽ നമുക്ക് പുറത്ത് ഫുഡ് കൊണ്ടുപോകാനോ ഒക്കെ ഇങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് സെറ്റായി വരുമ്പോഴായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി കഴിക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ അതിന് ശേഷം കുട്ടികളൊക്കെ കുളിച്ചിട്ട് വന്നു ഫുഡ് കഴിക്കാനിരിക്കുക. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയതിന് ശേഷം വേഗം അവർക്കുള്ള കഴിക്കാനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിക്കാൻ പോകും. ഇതിൻ്റെ ഇടയിൽ കുറേ പണി അപ്പുറത്ത് നടക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിള്ളേരെ കുളിക്കുക, റെഡിയാവുക, ചെറിയ മോൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട്. അതിനൊപ്പം ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അപ്പോൾ കുറച്ചുകൂടി പുളിയും ഒരു നുള്ളു ഉപ്പും കൂടി കൂടിയെന്ന് തോന്നി എനിക്ക്. അപ്പോൾ ഒരിത്തിരി കൂടി ചോറിട്ടിട്ട് മിക്സ് ചെയ്താൽ കേട്ടോ. അപ്പോൾ കറക്റ്റായി. അപ്പോൾ ഞാൻ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് മതിയാവില്ലല്ലോ, ഉപ്പ് മതിയാവും. അപ്പോൾ ഞാൻ കുറച്ചിട്ട് നോക്കിയിട്ട് പിന്നെ ബാക്കി കുറച്ചുകൂടി വേണമെങ്കിൽ ഇടാമല്ലോ എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇതുകൂടി ഇട്ടപ്പോൾ കറക്റ്റായി വന്നിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസ് ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. കുറേ ആയിട്ടുള്ള ആഗ്രഹമായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ ഇന്നാണ് എനിക്ക് യൂട്യൂബ് ചാനൽ ഫസ്റ്റ് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ ഇടാൻ സാധിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടാണെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അപ്പോൾ കുട്ടികളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ചൂടാണ് കേട്ടോ. ആപ്പും വെജിറ്റബിൾ കുറുമയാണ്. വെജിറ്റബിൾ കുറുമ ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയതല്ല, ഇന്നലെ രാത്രി വെച്ചതായിരുന്നു. അപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് അവർക്കൊക്കെ ആപ്പം ചുട്ട് കൊടുക്കുകയാണ് കേട്ടോ. അവരൊക്കെ ആപ്പം ചുട്ട് കൊടുത്തു. പിന്നെ അവരൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമാണ് ചെറിയ മോന് മെല്ലെ പോയാൽ മതി. 9:30 പോകേണ്ടത്. അപ്പോൾ അവനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ കേട്ടോ ഞാൻ നോക്കുക. ആദ്യം വലിയ കുട്ടികളൊക്കെ പോവും. എനിക്ക് 3 പിള്ളേരാണ്. അപ്പോൾ അവരൊക്കെ സ്കൂളിലോട്ട് പോയതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങും ആ റൊട്ടീനൊക്കെ ഞാൻ പോവാം കേട്ടോ. ആദ്യം ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കും. പിന്നെ അതിന് ശേഷമായിരിക്കും ക്ലീനിങ് ഒക്കെ ചെയ്യുള്ളൂ കേട്ടോ. കുളിയൊക്കെ ഫസ്റ്റ് തന്നെ രാവിലെ തന്നെ കഴിയും. കുളിയും വിളക്ക് വെക്കലും എല്ലാം കഴിയും കേട്ടോ. പിന്നെ ഞാൻ ആപ്പം ഉണ്ടാക്കുന്നത് പച്ചരി അങ്ങനെ കലക്കിയിട്ടല്ല കേട്ടോ. അരി അരച്ചിട്ടാണ് ആപ്പം ചുടുക. അരി അരച്ചിട്ട് അതിൽ പച്ചരി നേരത്തെ കുതിർത്ത് അത് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് അങ്ങനെ അരച്ചിട്ട് അതിനാട്ടോ ആപ്പം ചുടുള്ളൂ. പച്ചരി മാവ് കലക്കിയിട്ട് ഞാൻ ആപ്പം ചുടാറില്ല. പക്ഷേ എന്നാൽ ആപ്പം നന്നായിട്ട് വരാറുണ്ട്. പച്ചരി കുറച്ച് ഉഴുന്നും കുറച്ച് ഉലുവയും ഇടും കേട്ടോ. എന്നിട്ട് അതൊന്ന് അരച്ച് നന്നായി പൊങ്ങി വരുന്ന സമയത്ത് ആപ്പം ചുട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ആപ്പസോഡ ഒന്നും ഇടാറില്ല ആപ്പത്തിൽ. പക്ഷെ ആപ്പം നന്നായി വരാറുണ്ട് കേട്ടോ. നന്നായിട്ടില്ലേ ആപ്പം കാണാൻ? നല്ല ഭംഗിയുള്ള ആപ്പമല്ലേ? ുള്ളത് മോൾക്ക് കൊടുക്കുകയാണ് ആദ്യം. ആപ്പും വെജിറ്റബിൾ കുറുമ കേട്ടോ അവൾ കഴിക്കുന്ന. പിന്നെ ലഞ്ചിന് ലെമൺ റൈസും ചമ്മന്തിയും കൊണ്ടുപോകും കേട്ടോ. പിന്നെ വൈകിട്ട് വന്ന് അവർ എന്തെങ്കിലും കഴിക്കും. അപ്പോൾ രാവിലെ ചോറ് ഉണ്ണാറില്ല കേട്ടോ. രാവിലെ ചോറ് കഴിക്കില്ല. രാവിലെയും വൈകിട്ടും ടിഫിൻ തന്നെയാണ് കഴിക്കാറ്. ഉച്ചയ്ക്ക് മാത്രമേ ഞങ്ങൾ ചോറ് ഉണ്ണാറുള്ളൂ. അങ്ങനെ 2 നേരം ടിഫിൻ തന്നെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഒരു നേരത്തേക്ക് മാത്രമായിട്ടായിരിക്കും കറിയൊക്കെ വെക്കുക. അപ്പോൾ അതുകൊണ്ട് അന്ന് കറിയൊന്നും വെച്ചില്ല. ലെമൺ റൈസ് തന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഞാനും കഴിക്കും. പിള്ളേർക്ക് അത് കൊടുത്തു വിട്ടാൽ മതിയല്ലോ. അപ്പോൾ ഇതാ ലെമൺ റൈസൊക്കെ ടിഫിനിലാക്കിയിട്ടുണ്ട്. അതിനൊരു ഇല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുമ്പത്തെ ദിവസം പൊങ്കൽ കഴിഞ്ഞുകൊണ്ട് പൊങ്കലായിരുന്നു. അപ്പോൾ പൊങ്കലിനാട്ടോ ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടത്. പക്ഷേ ഞാൻ അതിൽ ട്യൂണൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആരും കണ്ടില്ലേ ഒന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ശരിക്കും ഫസ്റ്റത്തെ വീഡിയോ. അപ്പോൾ ആ ഇല ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഇല
ചമ്മന്തിയൊക്കെ ഇലയിൽ വെച്ച് കൊടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ടിഫിൻ അവർക്ക് ഫുള്ളായി കഴിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാൾക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ലെമൺ റൈസും ചമ്മന്തിയൊക്കെ. അപ്പോൾ നമുക്ക് ടിഫിനൊക്കെ ആക്കാം. പിന്നെ പിള്ളേർക്കൊക്കെ ടിഫിനൊക്കെ ആക്കി അവരൊക്കെ പോയതിന് ശേഷം കേട്ടോ, അവർക്ക് ടിഫിനൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ നേരത്തെ വിളക്ക് മാത്രമേ കൊളുത്തിയിരുന്നുള്ളൂ. പിന്നെ വന്ന് പൂവൊക്കെ വെച്ച് ആ പൂജയൊക്കെ കഴിച്ച് പൂജാമുറിയിൽ പൂവ് വരാൻ ഒരു 6:45 ആവും കേട്ടോ. അപ്പോൾ ഡെയിലി പൂവ് ഇടാറുണ്ട് വീട്ടിൽ. അപ്പോൾ പൂവ് കൊണ്ടുവന്നതിന് ശേഷമാണ് പൂജയൊക്കെ കഴിക്കുക കേട്ടോ. ഞാൻ ഒരു 6:45 ആ സമയത്ത് പൂരം. അപ്പോൾ ഇവരുടെ ടിഫിനൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ പൂജയൊക്കെ കഴിഞ്ഞ് പൂജ കൽപ്പൂരൊക്കെ കാട്ടിയിട്ട് അതിന് മുമ്പ് വിളക്ക് മാത്രമേ കൊളുത്തുള്ളൂ. പിന്നെ പൂവൊക്കെ വെച്ചതിന് ശേഷം പൂജയൊക്കെ കഴിച്ചിട്ട് ഞാൻ ചെയ്യും. പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞാൽ അടുക്കളയിലോട്ട് വരുമ്പോൾ അടുക്കളയുടെ അവസ്ഥ അതാണ് കേട്ടോ. കുറേ പാത്രവും കൗണ്ടർ ടോപ്പൊക്കെ മൊത്തം സാധനങ്ങളും ഒക്കെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് പോയിട്ട് ഒന്ന് വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ അലക്കാനിട്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഈ ക്ലീനിങ്ങൊക്കെ കഴിയുമ്പോഴത്തേനും തുണിയൊക്കെ തോരിയിടാനാവും കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇടാണ്. ഡെയിലി നിറയെ ഉണ്ടാവും കേട്ടോ അലക്കാൻ. അല്ലാണ്ട് 2 ദിവസം കൂടുമ്പോൾ അങ്ങനെ ഒന്നല്ല അലക്കാറ്. ഞങ്ങൾ കുറച്ച് 2 നേരം എല്ലാവരും മാറ്റി യൂണിഫോം എല്ലാം ഉള്ളതുകൊണ്ട് ഡെയിലി ഞാൻ അലക്കാടാറുണ്ട് ഡെയിലി. അപ്പോൾ ആ പണി അപ്പം തന്നെ കഴിയുമല്ലോ. അപ്പോൾ ഡെയിലി അലക്കാനുള്ളതൊക്കെ ഇട്ടതിന് ശേഷം വന്നിട്ട് പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യും. അങ്ങനെയൊക്കെ. ഇതിനിടയിൽ ഞാനൊന്ന് കഴിക്കും കേട്ടോ. ഇവരൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ പോയി കഴിഞ്ഞ് വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് വെറുതെ ഇരിക്കും. വെറുതെ ഇരിക്കുക രാവിലെ മുതൽ ഇങ്ങനെ തുടങ്ങണതാണല്ലോ. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാനൊന്ന് അമ്മയ്ക്ക് ഫോൺ വിളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഫോണ് സംസാരിക്കാനുള്ളതൊക്കെ ഒന്ന് റെസ്റ്റും കിട്ടും. ഫോണൊക്കെ സംസാരിച്ച പോലെയായി. ആ സമയത്ത് അതാട്ടോ ചെയ്യുക. പിന്നെ അതിന് ശേഷം വന്നിട്ടാണ് അടുക്കളയിലോട്ട് ഭക്ഷണം കഴിച്ചതും തന്നെ അങ്ങനെ ജോലി ചെയ്യാൻ പോകുമ്പോൾ ഒരു മടുപ്പാണ്. അപ്പോൾ അതിന് ശേഷം ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ച് നേരം അമ്മയ്ക്ക് ഫോൺ വിളിക്കും. അങ്ങനെ കുറച്ച് നേരം ഇരിക്കും. പിന്നെ അല്ലെങ്കിൽ അടിച്ച് വാരുമൊക്കെ ചെയ്യും. പാട്ടൊക്കെ ഇട്ടിട്ട് ടി വിയിൽ പാട്ടിട്ടിട്ട് ഞാനിങ്ങനെ അടിച്ചൊക്കെ വാരും. അത് കഴിഞ്ഞ് വന്നിട്ട് കേട്ടോ അടുക്കളയിലേക്ക് പോവുക. അപ്പോൾ ഇവിടെയുള്ള പണികളൊക്കെ തീർക്കും. പുറത്തുള്ള അടുക്കളയത്തെ അല്ലാത്ത എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാനോ പിള്ളേർ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. ബെഡൊക്കെ എടുത്ത് വെക്കുക. അതൊക്കെ പിന്നെ അവർ പോണതിൻ്റെ ഉള്ളിൽ തന്നെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ. പിന്നെ അതിന് മുമ്പൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരും. കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വേഗം ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോസൊന്നും ഇങ്ങനെ എടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് എല്ലാതും ഇങ്ങനെ ക്യാമറയിൽ എനിക്ക് എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പോൾ ഇനി പിന്നെ ശരിയാവായിരിക്കും. അപ്പോൾ ആദ്യം വന്നിട്ട് ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകുകയാണ്. പാത്രം കുറേ ഉണ്ട്. ഫുള്ളായിട്ട് പാത്രം കഴുകുന്നത് കാണിക്കാൻ നമുക്കിതിൽ വീഡിയോസിൽ തികയില്ലല്ലോ. അപ്പോൾ ഞാൻ ഓടിച്ച് വിടുന്നുണ്ട് കേട്ടോ. പാത്രം കഴുകണം എന്നൊക്കെ വേഗം സ്പീഡിൽ ഓടിച്ച് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാത്രമൊക്കെ കഴുകണം കേട്ടോ. പാത്രമൊക്കെ ഒന്ന് ഞാൻ സോപ്പൊക്കെ തേച്ച് ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് എടുത്തിട്ടിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി ഒക്കെ എടുത്ത് അടുക്കി വെക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ആദ്യമായിട്ടുള്ള വീഡിയോസല്ലേ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞത് എങ്ങനത്തെ വ്ളോഗ്. അപ്പോൾ ഇനിയും കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഡേ ഇൻ മൈ ലൈഫും വ്ളോഗ്സുകളും എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാറായിട്ട് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒന്ന് ഇനി ക്ലീൻ ചെയ്യാനുണ്ട്. ആദ്യം പാത്രമൊക്കെ ഒന്ന് കഴുകി മാറ്റി എടുത്ത് വയ്ക്കും കേട്ടോ. അപ്പോഴത്തേനും ആ വെള്ളമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേനും ഞാൻ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കും. പാത്രമൊക്കെ കഴുകാൻ ഒരുപാടുണ്ടാവും. രാവിലെ മുതലുള്ളത് നമുക്ക് തിരക്കിലൊന്നും അത്ര വേഗം കഴുകി എന്നാലും ചിലതൊക്കെ കഴുകും. രാവിലെ എണീക്കുമ്പോൾ പാത്രം ഒന്നും സിങ്കിലിടാറില്ല. എന്നാലും കുറേ പാത്രങ്ങളൊക്കെ സ്കൂൾ ടൈം കഴിയുമ്പോഴത്തേനൊക്കെ നിറയെ പാത്രങ്ങളൊക്കെ ആവാറുണ്ട് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണോയെന്നറിയില്ല. ഞാൻ ഇവിടെ പറയും പാത്രം കഴുകാനായിട്ട് മാത്രം ഒരാൾ നിൽക്കേണ്ടി വരും എന്നൊക്കെ. നിറയെ പാത്രങ്ങൾ കഴുകാൻ എങ്ങനെയാണ് കൂടുന്നതെന്ന് അറിയില്ല. എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കുമോ എന്നറിയില്ല കേട്ടോ. അപ്പോൾ പാത്രം കഴുകാൻ തന്നെ വേണ്ടതുണ്ട്. രാവിലെ കഴുകണം, ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ കഴുകണം, വൈകിട്ട് കഴുകണം, രാത്രി കഴുകണം. പാത്രം കഴുകൽ തന്നെയാണ് പണി. ഇപ്പോൾ പാത്രമൊക്കെ കഴിയാറായി കേട്ടോ. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ വീതനയിലുള്ള നമ്മുടെ കൗണ്ടർ ടോപ്പിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി എടുത്ത് വെച്ച് കഴുകാൻ ഇനിയുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കഴുകാൻ എടുത്തിടുക, അതൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ മാവും കുറച്ച് ചമ്മന്തിയും ഇതൊക്കെ ഒന്ന് ഞാൻ മാറ്റി എടുത്ത് വെച്ചിട്ടില്ല. എന്നിട്ട് ഏട്ടൻ കഴിച്ചിട്ടില്ല. ഏട്ടൻ കഴിക്കണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനുള്ളതും ഒഴിച്ചിട്ടില്ല. അത് ഏട്ടൻ കഴിച്ച് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കറിയും ചമ്മന്തിയൊക്കെ അതിൽ തന്നെയാണ്, അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ. ഗ്യാസൊക്കെ ഒന്ന് നമ്മൾ പാത്രം കഴിയുന്ന സ്ക്രബ് ഉണ്ടല്ലോ അതിട്ടിട്ട് തന്നെ ഞാനൊന്ന് നന്നായിട്ട് ഉരച്ച് കഴുകി വിടാം കേട്ടോ. അതിൻ്റെ ഗ്ലാസിൻ്റെ തന്നെയാണ്, പക്ഷെ അത് വെള്ളം ഞാനിങ്ങനെ തുടച്ചിട്ടാണോ എന്നറിയില്ല. അതിൽ നമ്മൾ കറണ്ടിൻ്റെ ഇതുകൂടിയുള്ള സ്റ്റൗവായിരുന്നു, പക്ഷെ അതിപ്പോൾ വർക്കാവുന്നില്ല കേട്ടോ. ഇടയ്ക്ക് വർക്കാവും, ഇടയ്ക്ക് വർക്കാവില്ല. ഇങ്ങനെ കഴുകിയത് കൊണ്ടാണോ എന്നറിയില്ല. ഒരു പ്രാവശ്യം ശരിയാക്കും ചെയ്തതാണ്, പക്ഷെ അത് വാശിയാണ്, ഗ്ലാസ് ആണെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഞാനിപ്പോൾ അത് യൂസ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ എപ്പോഴും ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സ്ക്രബ് ചെയ്യിച്ചിട്ട് കഴുകുകയാണെങ്കിൽ പുതിയതുപോലെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് സ്ക്രബ് ഇട്ടിട്ട് വൃത്തിയാക്കുകയാണ്. പിന്നെ ഒന്ന് നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അടുക്കളയിൽ വലിയ പണിയൊന്നുമില്ല. അടുക്കളയൊക്കെ വൃത്തിയായി, ഫുഡൊക്കെ ആയില്ലോ. അപ്പോൾ ഇനി ഇത് രാവിലത്തെ മോർണിംഗ് റൊട്ടീനൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ തുണി ഉണങ്ങാനിടുക, പിന്നെ അടിച്ചു വാരുക, ഒന്ന് മോപ്പ് ചെയ്യണമെങ്കിൽ മോപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അതൊക്കെ ചില ദിവസങ്ങളിൽ വൈകിട്ടാണ് തുടയ്ക്കുള്ളൂ, ചില ദിവസം രാവിലെ തന്നെ തുടയ്ക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ, കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ആദ്യമായിട്ടല്ലേ, നിങ്ങളുടെ കമൻസാണ് നമ്മൾ ഇനി വീണ്ടും വീഡിയോസൊക്കെ ഇടാനുള്ളൊരു നമുക്കൊരു മോട്ടിവേഷൻ തരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി ഇതുപോലുള്ള വീഡിയോസൊക്കെ ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് കണ്ട എല്ലാവർക്കും താങ്ക് യു.
ഒന്നുകൂടി പറയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ രാവിലത്തെ മോർണിംഗ് റൊട്ടീന്. ഇനി ഇത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഫ്രീ ആയിരിക്കും. പിന്നെ അതിന് ശേഷം പിള്ളേർ വരുമ്പോഴത്തേനും പിന്നെ വീണ്ടും അടുത്ത ജോലികളൊക്കെ തുടങ്ങുള്ളൂ. അപ്പോൾ ഇപ്പോൾ അടുക്കളയൊക്കെ കിച്ചണൊക്കെ ക്ലീനായി. ഇനി കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ കിച്ചണിലെ വർക്കൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഫ്രീ ആണ്. കിച്ചണൊക്കെ ക്ലീനായിട്ട് ഇരിക്കുന്നുണ്ട്. കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തു, പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു, സിങ്കൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. സിങ്കൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഇതേപോലെ എപ്പോഴും സിങ്ക് ക്ലീൻ ആയിരിക്കുകയാണെങ്കിൽ എന്ത് രസമല്ലേ. പക്ഷെ നടക്കില്ലല്ലോ, നമ്മുടെ വീടല്ലേ. വീണ്ടും 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 പാത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ വീണ്ടും വീണ്ടും കഴുകിക്കൊണ്ടേയിരിക്കണം അല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. എൻ്റെ വീഡിയോസ് ഇത്ര നേരം കണ്ട എല്ലാവർക്കും വലിയ 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 താങ്ക് യു.